എല്ലാവരും ഹാപ്പി ആയിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും കാണും അല്ലേ? അപ്പോൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല, ചില സമയങ്ങളൊക്കെ നെഗറ്റീവും വരും അല്ലേ? പക്ഷെ നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ചിന്തനെ നമുക്ക് മാറ്റി പോസിറ്റീവ് ആക്കാം അല്ലേ? നല്ല കാര്യം ചിന്തിക്കുക, അപ്പോൾ ഒരു ചേഞ്ച് വന്നില്ലേ? അതുപോലെ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാനോ കഴപ്പായിരിക്കും അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഞാൻ ടയർഡാണ്, ഇന്ന് എനിക്കത് മാറ്റി വയ്ക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് അവിചാരിതമായി കടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടില്ലേ? അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? ആ ടയർഡ് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ തന്നെ ഒരു പാട്ട് കേൾക്കുക. പാട്ട് കേട്ട് അത് ആസ്വദിക്കുക, ഒരു 10 മിനിറ്റ് ഇരുന്ന്. അപ്പോൾ നമുക്കൊരു നല്ല ചേഞ്ച് വരും. അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നു അല്ലേ? നമ്മളെല്ലാം എന്ത് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റിയും ചിന്തിക്കണം. ഒരുപാട് സഫർ ചെയ്യുന്ന രാജ്യങ്ങളും ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഒരു നെഗറ്റീവ് തലത്തിൽ കൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അല്ലയോ? പ്രാർത്ഥന ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം അല്ലേ? ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം അല്ലേ? നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ പല വിധത്തിൽ സഫർ ചെയ്യുന്നുണ്ടല്ലേ? വയസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികൾ, അനാഥർ, അങ്ങനെ ഒരുപാട് പേർ. അപ്പോൾ അവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമുക്കൊന്ന് ചെയ്യാം അല്ലേ? ചെയ്യാതിരിക്കുന്നതാണ് നെഗറ്റീവ്. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഉള്ളവരായി തീരുന്നു. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും, ചെടികളോടായാലും പൂക്കളോടായാലും മനുഷ്യരോടായാലും മൃഗങ്ങളോടായാലും നമ്മൾ ദയവും കാരുണ്യമുള്ളവരുമായി തീരുക. നമ്മൾ അവരെ വളർത്താനും അവരെ പരിപാലിക്കാനും ശീലിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് ചിലപ്പോഴൊക്കെ. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറയാറുണ്ട്, നോ, സ്റ്റോപ്പ് ഇറ്റ് ദെയർ, 1 2 3 സ്റ്റോപ്പ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ ചിന്തകൾ വേറെ എന്തിലോട്ടെങ്കിലും പോകും. അപ്പോൾ എൻ്റെ ദേഷ്യം കുറയുകയും ഞാൻ നല്ല ചിന്തകളിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞുപോയ വേദനകൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലേ? കഴിഞ്ഞുപോയ എന്ത് തന്നെ വേദനകളാകട്ടെ നമ്മളെ ഒരുപാട് അലട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. വെറുതെ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നടക്കുമ്പോഴോ, അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ, കുക്ക് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? നല്ലതാകാം, ചീത്തയാം. പക്ഷേ നമ്മളെ വേദനിക്കുന്ന ചിന്തകളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചിന്തയിൽ നിന്ന് പതുക്കെ അല്ലെങ്കിൽ മെല്ലെ ഒഴുകി മാറുക. നമ്മൾ ഉടൻ തന്നെ നമ്മളെ ചിന്ത ഏതെങ്കിലും നല്ല കാര്യത്തിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഇന്നത് ചെയ്യാം, ഇന്നത് കൊടുക്കാം, ഇന്നത് വാങ്ങാം, ഇന്നത് പറയാം, ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. ആ രീതിയിൽ നമ്മുടെ ചിന്തകൾ കൊണ്ടുപോയി നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് കരകയറാം. നൈറ്റി എന്നുള്ളത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഒരു വസ്ത്രമാണ് അല്ലേ? അത് പക്ഷെ ഡേ ടൈമിലും ആൾക്കാർ യൂസ് ചെയ്യുന്ന സൗകര്യത്തിന് വേണ്ടി. പക്ഷെ നമ്മുടെ പഴയതായ വസ്ത്രങ്ങൾ അല്ലേ, അതായത് പുറത്തിട്ടിരുന്ന വസ്ത്രങ്ങൾ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പഴയതാവും. അത് തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം അല്ലേ? കുളി കഴിഞ്ഞ് അതിന് ശേഷം നൈറ്റി മാറ്റി ആ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുർത്തയോ ചുരിദാറോ ഏതാണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു അവിചാരിതമായ ഒരു ഗസ്റ്റ് വന്നാലും നമ്മൾ ചമ്മേണ്ട കാര്യമില്ല. നൈറ്റ് ഡ്രസ്സിലല്ല നിൽക്കേണ്ട, നമുക്ക് അവരെ 100% പോസിറ്റീവോടുകൂടി സ്വീകരിക്കാം. അതുപോലെ തന്നെ നമ്മൾ നന്ദിയുള്ളവരാവുക, ഗ്രേറ്റ്ഫുൾ ആവുക, താങ്ക്ഫുൾ ആവുക എല്ലാവരോടും. ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ വരാൻ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലും കുറച്ച് മാറ്റം വേണ്ടയോ? നിങ്ങൾക്കും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരണ്ടയോ? അതുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു ബിഗ് ചേഞ്ച് വരുത്താം നമ്മളുടെ ലൈഫിൽ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. Be bold, beautiful, happy and healthy. Bye for now.